തീർച്ചയായും ഇന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് പറയുമ്പോൾ ഒരേ സമയം പരിചയസമ്പത്ത്, യുവത്വം, ജനകീയത ഈ മൂന്നും ഒത്തുചേർന്നൊരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാൻ കഴിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഷമി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു അസ്വാരസ്യമോ ഒരു എതിർ ശബ്ദമോ ഇല്ലാതെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനാർത്ഥി പട്ടിക വരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ സ്ഥാനാർത്ഥികൾ ചെന്ന് നിൽക്കുന്നത് UDFിൻ്റെ 18 എംപിമാരുടെ മുൻപിലേക്കാണ്. ആ 18 എംപിമാർ എന്തു ചെയ്തു എന്നത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ നാട്ടിലെ ജനം കണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ ഈ എംപിമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വലിയ ആക്ഷേപമുണ്ട്. ആക്ഷേപത്തിനപ്പുറത്തേക്ക് അതിലെ വസ്തുതകൾ കൃത്യമായി അവതരിപ്പിക്കാൻ LDFന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘത്തിൻ്റെ മുൻപിലേക്ക് LDFിൻ്റെ ഏറ്റവും മികച്ച 20 സ്ഥാനാർത്ഥികൾ വന്നു നിൽക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രസക്തമാകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ LDFിൻ്റെ വിജയത്തിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. ഈ നാട്ടിലെ മനുഷ്യന് അവൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസത്തിൽ ജീവിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ, അവൻ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാനൊക്കെ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടതാണ് സംഘപരിവാറിനെതിരെ ഈ എംപിമാർ, UDFിൻ്റെ ഇവിടുന്ന് ജയിച്ചു പോയ എംപിമാർ എന്തു ചെയ്തു എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായ അവഗണന നമുക്കെതിരെ വലിയ തോതിൽ ഉണ്ടാകുന്നു. പാർലമെൻറ്റിൽ എന്താണ് സംഭവിച്ചത്? ഒരക്ഷരം മിണ്ടാൻ ഇവരാരും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു തോമസ് ഐസക്കോ ഒരു A വിജയരാഘവനോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് സ്വാഭാവികമായി നമ്മളൊക്കെ ചിന്തിച്ചു പോകില്ലേ? ഇപ്പോൾ ഡോക്ടർ ഐസക്കിനെ പോലെ ഒരാൾ പത്തനംതിട്ടയിൽ നിൽക്കുന്നു, A വിജയരാഘവൻ പാലക്കാട് വരുന്നു. അപ്പോൾ നേരത്തെ NBC പറഞ്ഞതുപോലെ കർഷക തൊഴിലാളി മുതൽ ഏറ്റവും എല്ലാ മേഖലകളിൽ നിന്നുള്ള ഒരു വലിയ പരിചരണം നമുക്ക് അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ ടീം LDF എന്ന് പറയുന്നത് വളരെ സുശക്തമാണ്, ജനകീയമാണ്, പരിചയസമ്പത്തുള്ളവരാണ്, യുവത്വത്തിൻ്റെ ഊർജ്ജമുള്ളവരാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എനിക്ക് ഉറപ്പുണ്ട് ഈ സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ ഈ നാട് ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അത് കേവലം LDFിൻ്റെ ജയത്തിന് വേണ്ടി മാത്രമല്ല, ഈ നാടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചൊരു കുറിപ്പുണ്ട്. അതായത് 2016 ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. രവീന്ദ്രനാഥ് മാഷ് ആദ്യമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഒരു ഫയലുമായിട്ട് വരികയാണ്. ആ ഫയലിൽ പറയുന്നു, സാർ ഇതിലൊന്ന് ഒപ്പിടണം. അപ്പോൾ ചോദിച്ചത് എന്തിൻ്റെ ഒപ്പാണ്? ഇതൊരു 4 സ്കൂളുകൾ പൂട്ടാനുള്ള ഒപ്പാണ്. കാരണം ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തു വെച്ചിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ ഒപ്പിടാൻ പോവുകയാണ്, പക്ഷേ അത് പൂട്ടാനുള്ള ഒപ്പല്ല, ഈ സ്കൂളുകളടക്കം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ ആകെ മാറ്റാനുള്ള ഒരൊപ്പാണ് ഞാൻ ഇടാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായി അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. നമ്മൾ കണ്ടതാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മാറ്റങ്ങൾ. പിന്നീട് ഉണ്ടായത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടതാണ്. ശൈലജ ടീച്ചർ ലോകം ശ്രദ്ധിച്ചതല്ലേ കോവിഡ് കാലത്ത് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോയി എന്ന്, നമുക്കുണ്ടായ നേട്ടങ്ങൾ എങ്ങനെയാണെന്ന്. അപ്പോൾ ഈ ആളുകളൊക്കെ ചെന്ന് നിൽക്കുന്നത് ഈ കഴിഞ്ഞ 5 വർഷം എന്തു ചെയ്തു എന്ന ചോദ്യം നേരിടുന്ന UDFിൻ്റെ എംപിമാരുടെ മുൻപിലേക്കാണ്. അതിൽ പലരും ഇത്തവണ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അടൂർ പ്രകാശുണ്ട്, K മുരളീധരനുണ്ട്, കൊടിക്കുന്നിൽ സുരേഷുണ്ട്, സുധാകരൻ. അത് വേറൊരു രസകരമായ കാര്യം. എനിക്ക് തോന്നുന്നു സുധാകരനെ മത്സരിപ്പിച്ചിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റാം എന്നതായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഒരു തീരുമാനമെന്ന് തോന്നുന്നു. അങ്ങനെയും ഒരു തിയറി വരുന്നുണ്ട്. കാരണം അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ KPCCയുടെ വാർത്താ സമ്മേളനം ഉണ്ടെങ്കിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ളവരെ TVക്ക് മുന്നിൽ ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ? ആ രീതിയിലല്ലേ വാർത്തകൾ, വാചകങ്ങളും വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.